നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം പുറത്തുവിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പോസ്റ്റൽ വോട്ടുകൾ കൂടി ചേർത്താൽ നിലവിലെ പോളിംഗ് 79.63% എന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. സർവീസ് വോട്ടിംഗ് കണക്കുകൾ കൂടി ലഭ്യമാകാനുണ്ടെന്നും അന്തിമ കണക്ക് ഇനിയും മാറുമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. കണക്കുകൾ പുറത്തുവിടാൻ വൈകിയിട്ടില്ലെന്നും എല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും സിഇഒ വ്യക്തമാക്കി. 79.63% is the provisional percentage of voting in Kerala, including 17C വരെ presiding officers, returning officers എല്ലാം കൊളേറ്റ് ചെയ്ത് തന്നിട്ടുള്ള ഡേറ്റ, പിന്നെ പോസ്റ്റൽ ബാലറ്റ്സ് വന്നിട്ടുള്ളത് 79.63%. ഇന്ന് സർവീസ് വോട്ടേഴ്സ് 53,984 ഉണ്ട്. അവർ എത്ര പേർ അത് വോട്ട് ചെയ്യുന്നു അത് നമുക്ക് അവസാനത്ത് കൗണ്ടിംഗ് സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. അത് കാണിട്ട് ഇൻഡെക്സ് കാർഡ് വിതിൻ 48 hours പ്രഖ്യാപനം നടക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. സോ 79.63 പ്ലസ് എന്താണ് വരാൻ പോകുന്നത് സർവീസ് വോട്ടേഴ്സിന്റെ ഭാഗത്തിനുള്ളത് അത് നമുക്ക് കണക്കാക്കിയിട്ട് അവസാനത്തെ ഇൻഡെക്സ് കാർഡിലെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. റിനു, അന്തിമ കണക്ക് പുറത്തുവിടുന്നില്ല എന്നത് വലിയ ആക്ഷേപമായി UDF-ഉം LDF-ഉം മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് കണക്കുകൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പുറത്തുവിടുന്നത്. അദ്ദേഹം പറയുന്ന വിശദീകരണം എന്താണ്? നൽകുന്ന കണക്കുകൾ എങ്ങനെയാണ്? ദിൽന, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 ദിവസം പിന്നിട്ടും അന്തിമമായിട്ടുള്ളൊരു പോളിംഗ് ശതമാന കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ ആരോപണമായി ഉയർന്നു വന്നു. പ്രതിപക്ഷ നേതാവ് അടക്കം ഇലക്ഷൻ കമ്മീഷന് കത്ത് നൽകുന്ന ഒരു സാഹചര്യം. അതിനുശേഷമാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ ഒരു കണക്കുമായി മാധ്യമങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. ഇതിൽ 90,40,379 പുരുഷന്മാരും അതുപോലെ തന്നെ 1,13,3410 സ്ത്രീകളും അതുപോലെ 153 ട്രാൻസ്ജെൻഡറും ഉൾപ്പെടെയാണ് 2,12,43,942 പേർ ആകെ വോട്ട് ചെയ്തതായിട്ടുള്ള ഒരു കണക്ക് നൽകുന്നത്. അതായത് ഈ 3 ദിവസം പിന്നിടുമ്പോഴും ശതമാന കണക്കിൽ നേരിയ മാറ്റമുണ്ട്. ആദ്യഘട്ടത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കണക്ക് 78.27% ആകെ പോളിംഗ് ശതമാനം എന്നുള്ളതാണ്. എന്നാൽ അതിൽ പോസ്റ്റൽ വോട്ടിന്റെ കണക്ക് കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ 79.63% ഒരു കണക്കാണ് ഇപ്പോൾ നൽകുന്നത്. പക്ഷേ ഇത് അന്തിമമല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കാരണം സർവീസ് വോട്ടുകളുണ്ട്. ഏകദേശം 53,984 സർവീസ് വോട്ടുകൾ കൂടിയുണ്ട്. ഈ സർവീസ് വോട്ടുകളിൽ ആരൊക്കെ വോട്ട് ചെയ്തു എന്നുള്ളൊരു കണക്ക് ഈ കൌണ്ടിംഗ് ഡേ കഴിഞ്ഞെങ്കിൽ മാത്രമേ ലഭ്യമാകൂ. അങ്ങനെയാണെങ്കിൽ കൌണ്ടിംഗ് ഡേ കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ മാത്രമായിരിക്കും ആകെ പോളിംഗ് ശതമാനം എത്രയാണ് എന്നുള്ളത് നൽകാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാരണവശാലും ഈ കണക്കുകൾ നൽകുന്നതിൽ ഒരു വൈകൽ ഉണ്ടായിട്ടില്ല. ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയായി വന്നതിനു ശേഷം മാത്രമാണ് ഈ കണക്കുകളിലേക്ക് എത്തിയത്. അതിന്റെ കാലതാമസമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ പ്രതിപക്ഷ നേതാവ് അടക്കം കത്ത് നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. വലിയ വിവാദമാകുന്നു. 3 ദിവസം പിന്നിട്ടിട്ടും ഈ കണക്കുകൾ പുറത്തേക്ക് വരാത്ത സാഹചര്യം. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു കണക്കുമായി അദ്ദേഹം രംഗപ്രവേശനം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ചിലർക്ക് വോട്ട് ചെയ്യുവാൻ വേണ്ടി കഴിഞ്ഞില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസമൊക്കെയാണ് ഇവർക്ക് ഡ്യൂട്ടിക്ക് എത്തണമെന്നുള്ള അറിയിപ്പ് കിട്ടിയത് എന്നുള്ള പരാതി അന്ന് മുതൽ ഉയർന്നു വന്നിരുന്നു. അവർക്ക് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയായതിനാൽ ഇനി വോട്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ പരാതികൾ ഉണ്ടെങ്കിൽ അവർക്ക് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് രത്തൻ യു ഖേൽക്കർ അറിയിച്ചിട്ടുള്ളത്. ദിൽന. ശരി, റിനു ശ്രീധർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. 79.63% എന്ന നിലവിലെ കണക്ക് കൂടി മാറുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.